എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആനേമ ചാർജ് എടുത്താൽ പിന്നെ നമുക്ക് ലീവില്ല. ലീവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലിനേക്കാളും കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ആനകളുടെ കാര്യത്തിനാണ് കുറച്ചും കൂടി ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് നേരത്തിന് വീട്ടിൽ വരാനോ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമയം വളരെ കുറവാണ്. അപ്പോൾ ഇപ്പം ആനേമ ചാർജൊന്നുമില്ല. ആനപ്പണി ഇല്ലല്ലോ, അറിയാലോ. ദേവകൃഷ്ണൻ ആനമേന്ന് മാറി ഇപ്പോൾ ഒരു മാസമായി. കറക്റ്റ് ഇന്നേക്ക് ഒരു മാസമായി തോന്നുന്നുണ്ട് ആനമേന്ന് മാറിയിട്ട്. അപ്പോൾ കുറച്ച് കറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുറത്തൊക്കെ ഒന്ന് പോയി കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഫാമിലി ആയിട്ടാണ് കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ കറങ്ങി നടക്കുന്നത്. കൂടുതൽ ഫാമിലി ആയിട്ടാണ് ഇപ്പം ഫാമിലി ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് ആനകളുടെ കുറച്ച് കാര്യങ്ങളും കൂടി ഇങ്ങനെ ബാലൻസ് നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ ഇത്ര അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ചാനലിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ആനകൾ ഉണ്ടാവില്ല. ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആനയില്ല. പക്ഷേ ഞാൻ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ആനകളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിപ്പോൾ ഇൻ്റർവ്യൂ ആയിട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ അടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവരുടെ ആനകളുടെ എടുക്കാൻ പറ്റണ ആനകളുടെ മാത്രം ഫോട്ടോസും വീഡിയോസും എല്ലാം കൂട്ടിട്ട് നമുക്ക് ആക്കാം. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ആൾക്കാർ നല്ല സപ്പോർട്ടാണ്. അപ്പം നമ്മൾ അന്ന് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയാവുന്നത് നമ്മൾ KR ശിവപ്രസാദ് ആനയുടെ അവിടെ വരെ ഊട്ടോളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ശിവപ്രസാദ് ആനയുടെ സ്റ്റാർട്ടിങ്ങിലാണ് നിർത്തിയായിരുന്നത്. അപ്പോൾ നമുക്ക് ശിവപ്രസാദ് ആന കേരളത്തിലേക്ക് മറ്റേ കോന്നിക്കൂട്ടിലാന ലാസ്റ്റ് ലേലം വിളിച്ച് വന്നിട്ടുള്ള ആനയാണ് ശിവപ്രസാദ് ആന. നാടൻ ആന വലിയ ഹൈറ്റൊന്നുമില്ല, ഹൈറ്റ് കുറഞ്ഞ ആനയാണ്. ഏകദേശം ഒരു 8 അടി 8.25 അടി കഷ്ടി പൊക്കമുള്ളൂ. പക്ഷെ ഭയങ്കര ഭംഗിയുള്ളൊരു ആനയാണ്. അത് നാടനാനകളെ കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ വിപുലീകരിച്ച് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ആനയിൽ നിന്ന് നമ്മളൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ വന്ന വഴിയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ശിവപ്രസാദ് ആന എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പോൾ ആന മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായി. ഇപ്പോൾ ഇതാണ് ശിവപ്രസാദ് ആന, KR ശിവപ്രസാദ്. ഞാൻ കാട്ടകമ്പാൽ പരിപാടി ലാസ്റ്റ് കാട്ടകമ്പാൽ പൂരത്തിൻ്റെ അന്ന് പോയിപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആയത്. അതന്ന് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചു. 2 ആനകളുടെ ഫോട്ടോ ആണ് എൻ്റെ വീട്ടിലുള്ളൂ. ആകെ 2 ആനകളുടെ ഫോട്ടോ ഉള്ളൂ. ഒന്ന് ശിവപ്രസാദ് ആന. ഇതിനെനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ, ഒരു ആനയുടെ കൂടെ ഉള്ളൊരു ഫോട്ടോ വരുന്നത്, പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയത്, പിന്നെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത്, എന്നെ ഒരു 10 മനുഷ്യന്മാരാണെങ്കിലും അറിയപ്പെട്ട് തുടങ്ങിയതെല്ലാം ഈ ശിവപ്രസാദ് ആനേമ വന്നതിന് ശേഷമാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഈ ആനയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഊട്ടോളിയിലായിരുന്നു. പിന്നെ അതിക്ക് മുന്നായിട്ട് എനിക്ക് KR നമ്മുടെ കുന്നംകുളം പെരുമ്പിലാവിലുള്ള KR ബാറ്, പിന്നെ ബേക്കറി അങ്ങനെയൊക്കെയുള്ള KR അവരുടെ ആയിരുന്നു ഈ ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആന. ഈ ആന മുണ്ടയ്ക്കൽ രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10-17 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്ലാത്തോട്ടത്തിലേക്ക് ആന കൈമാറ്റം ചെയ്തു വന്നു. പ്ലാത്തോട്ടത്തിൽ നിന്ന് അപ്പച്ചൻ്റെ കയ്യിൽ നിന്നാണ് ആന KR കമ്പനിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആനയെ പണ്ട് കൊണ്ടുനടന്നു വന്നത് ഒരു ഗോപാലൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാവടി ഗോപാലൻ, അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത്. പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു 13 വർഷത്തോളം ഈ ആനയെ കൊണ്ടു നടന്നിട്ടുള്ള ആളാണ്, അതിൻ്റെ പാപ്പാനായിരുന്നത്. അപ്പോൾ അദ്ദേഹം മാറിയതിന് ശേഷം അദ്ദേഹം ഈ ആനയ്ക്ക് ഉള്ള സമയത്തും ഞാൻ ഈ രഞ്ജിത്ത് എന്നാണ് ഈ KRലെ അച്ഛൻ, പിന്നെ രഞ്ജിത്ത് ചേട്ടൻ, പിന്നെ റിജിൽ ചേട്ടൻ. നല്ലൊക്കെ ഒരു കമ്പനിയായിരുന്നു. നല്ല എന്താണെന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആനയ്ക്ക് എന്നെ വിളിക്കണേക്കാൾ മുന്നേ ഞാൻ രഞ്ജു ചേട്ടനായിട്ട് പരിചയം ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവരായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. ആനയുടെ ആയിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനായിട്ട് സംസാരിക്കാറുണ്ട്. എന്നെ വിളിക്കുകയോ ഞങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ കർണാടകയിൽ ബെൽഗാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്
നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ കഴുത്തിൽ മറ്റേ ഒരു നടക്കി ചെറിയൊരു വളവായിട്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വന്നിരുന്നു. നല്ല എടുത്ത കൊമ്പായിട്ട് കൊമ്പത്ത് വളയൊക്കെ ഇട്ടിട്ടുള്ള വലിയൊരു ആന. കൊമ്പുമ്മ തളയിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് കൊമ്പരിയായിട്ടിരിക്കാനുള്ള. ഈ പുറത്തുള്ള ആനകൾക്ക് അറിയാലോ, കൊമ്പുമ്മ അവർ എപ്പോഴും ക്ലാമ്പിടും. അങ്ങനെയുള്ള ഒരു ആന സോഷ്യൽ മീഡിയയിലൊക്കെ ഇതായിരുന്നു. ആ ആനേനെ കാണാനൊക്കെ ആയിട്ട് കർണാടക ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ കാറിൽ ഇനോവയിൽ ഞങ്ങളൊരു 4-5 ആൾക്കാർ കൂടിയിട്ട് അവിടെ പോയി. പിന്നെ മൈസൂർ സൂം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അവർ പോകുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ പോകാറുണ്ട്, അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ആ സമയത്ത് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ രഞ്ജിതാൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കുറച്ച് പൈസയുടെ ഒരു ആവശ്യമുണ്ട് ചേട്ടാ, ഇതിൻ്റെ മാതിരി ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയെ ഒന്ന് വിളിച്ച് പറഞ്ഞോളൂ. വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സാലിക്ക എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട അവിടെ ആനയുടെ മാനേജറൊക്കെ ആയിട്ട് നിന്നാർന്ന ആളാണ് അദ്ദേഹവും. പിന്നെ മുതുവറയിലുള്ള നമ്മുടെ അബി ഉണ്ട്, അബി എന്ന് പറഞ്ഞാൽ അവരും കൂട്ടിയിട്ട് രാത്രി വന്ന് വീട്ടിൽ വന്ന് എനിക്ക് ഒരു കുറച്ച് പൈസ ആവശ്യമുള്ളൊരു പൈസ തന്നു അവർ. അന്ന് എനിക്ക് ഒന്നുമില്ല കേട്ടോ, ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ അന്ന് അദ്ദേഹം തന്നു. അതെനിക്ക് ഭയങ്കര ഇതായിപ്പോയി. കാരണം നമ്മൾ ഒരു ആവശ്യം പറഞ്ഞപ്പോഴത്തേക്കും ഇത്ര ദൂരം വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾ ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ തന്നു. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഈ ആനയ്ക്ക് ഈ ഗോപാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ മാറി. ആൾ മാറിയതിന് ശേഷം പാലക്കാടുള്ള എൻ്റെ ചേട്ടായി തന്നെയാണ്, എൻ്റെ ഒരു സുഹൃത്താണ് ചേട്ടായി. പിന്നെ ഈ ആന അഴിച്ചു. ഈ ആന അഴിച്ചിട്ട് ഈ അമ്മിനും വില്ലിനും ഈ ആന ഇതാക്കണു. അങ്ങനെ കുന്നംകുളത്ത് ഒരു പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നു. ആ പള്ളി പെരുന്നാളിന് പോയി. അപ്പം അവിടുത്തെ റിജിലേട്ടൻ ഈ ആന ഭയങ്കര സീറ്റിങ്ങാണ്. റിജിലേട്ടൻ നല്ല എന്താ പറയുക, നമ്മളെ അടുത്തൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആനയുടെ അടുത്ത് ചെല്ലുക. അതായത് റിജിലേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടാമത്തെ മകനാണ് റിജിലേട്ടൻ. റിജിലേട്ടൻ ആനയുടെ അടുത്തേക്ക് ചെല്ലാം. അപ്പോൾ ഒരു തവണ ഈ ആനയ്ക്ക് ചെങ്ങല അളവെടുക്കാനായിട്ട് ഒരു ദിവസം എന്നോടും കൂടി ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ ആനയുടെ സ്റ്റീലിൻ്റെ ചങ്ങല ആദ്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അളവ് എടുക്കാൻ ഞാനും ചെന്നു. അപ്പം അന്ന് ഞങ്ങളിങ്ങനെ ആനേനെ കാണുമ്പോൾ 3 ആന അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരും. അപ്പം ഞാൻ ഈ ആനേനെ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് അന്ന് കാണാനാണ് പോകുന്നത്. അവിടെ നിന്ന് ആന ഇങ്ങനെ എഴുന്നള്ളിച്ച് വരുമ്പോൾ ആ കൂട്ടത്തിൽ കാണുമ്പോൾ ഇങ്ങനെ കാണണം മതിയായ ഒരു ആന വന്ന പോലെ ഭയങ്കര ഭംഗി ആനനെ കാണാം. ഭയങ്കര ചെവി ആനയുടെ, പിന്നെ മുഖവും കൊമ്പും. നാടനാനയല്ലേ, അതിൻ്റെ ഭംഗിയില്ലാണ്ടിരിക്കുക. നാടനാനകളെ കഴിച്ചേക്കാൻ പറ്റിയൊരു ആന വേറെ ഉണ്ടോ? അങ്ങനെ ഈ ആനേനെ പോയി കണ്ടു. ഇപ്പം ഞാനും ചെന്നു, അളവൊക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പോകുന്ന ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആന കുന്നംകുളത്ത് ആന ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കളിക്കൊക്കെ ഉണ്ടായി. നമ്മുടെ ചേട്ടായി തന്നെയാണ് ഞാനിക്കൊന്ന് നിന്നാർന്നത് കേട്ടോ. ആളെൻ്റെ കൂടപ്പുറത്തിൻ്റെ പോലെയുള്ള ഒരാളാണ്. സൂര്യേട്ടൻ, കുണ്ടിത്തൊടിയിലുള്ള നമ്മുടെ സൂര്യചേട്ടൻ. ആൾ ആനപ്പണിയൊക്കെ നിർത്തി ഇപ്പോൾ ഈ കിണറിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകണം പുള്ളിയായിരുന്നു ആനയ്ക്ക്. അങ്ങനെ കുന്നംകുളത്ത് ആന കിടന്ന് തിരിഞ്ഞ് കളിച്ച് ഇതായി. അങ്ങനെ ആന കൊണ്ടുവന്ന് അവർക്ക് കെട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോണത്. അപ്പം ഞാൻ ഊട്ടോളിയിൽ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ അങ്ങനെ ആന ഒരാൾ വേണം, അങ്ങനെ എന്നെ പോലെ മറ്റേ സൂര്യേട്ടൻ പോവുകയാണെന്നാണ് പറയണേ. അപ്പോൾ ആനയ്ക്കൊരാൾ വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരാം ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഊട്ടോളിയിൽ നിന്ന് മാറാൻ നിൽക്കുന്ന സമയമായിരുന്നു അന്ന്. അപ്പോൾ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൃഷ്ണകുട്ടിച്ചാൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്കിങ്ങനെ വേറൊരു ആനയുടെ കേസ് വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആന നേരില്ല കേട്ടോ. ആന നല്ല ഒലുവായിട്ട് നിൽക്കാം. അനന്തരാന അന്ന് നല്ല ശരീരമൊക്കെ കയറി നല്ല പന്തൽ പോലെ അടിപൊളിയായിട്ട് ക്ഷീണമൊക്കെ മാറി നല്ല ശരീരം കയറി നല്ല സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് ഒന്ന്. എനിക്ക് തോന്നുന്നു കുറേ കാലം ആനയുടെ ശരീരമൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചറിഞ്ഞിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞ വെള്ളിനഴി കണ്ണൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആന പിക്കപ്പ് വരുന്നത്. നല്ല ശരീരമൊക്കെ അത്യാവശ്യം ശരീരം കയറി. അത് കഴിഞ്ഞ് കണ്ണൻ മാറിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ചാർജ് എടുക്കണം. ഞാൻ ആദ്യം ശിവനാനക്കുട്ടി കയറുന്നു. ശിവനാനക്കുട്ടി ചെരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ അനന്തനാനയ്ക്ക് ചാർജ് എടുക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ആനയൊക്കെ ഒലുവായിട്ട് നിൽക്കുന്നു, ഞാൻ പോവാണ്ടോ എന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്നു. അവിടെ അവരുടെ ഹോട്ടലിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു. അന്നൊരു ദിവസം ഞാൻ ചെന്നു, അന്ന് അവിടെ താമസിച്ചു. പിറ്റേ ദിവസം അപ്പോൾ സുരേട്ടൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചങ്ങലയൊക്കെ എടുത്ത് കെട്ടി ചങ്ങലയൊക്കെ എടുത്ത് കെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കെട്ടി ബാറാക്കി കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സുരച്ചേട്ടൻ പോയി. ഞാൻ ആനെ ചാർജ് എടുക്കുകയാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് തോട്ടിയും പണിയും വാങ്ങി. അച്ഛനാണ് തോട്ടിയും പണിയും തന്നെ. തോട്ടിയും പണിയും വാങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ടിയും പണിയും വാങ്ങുമ്പോൾ ഒരു ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ ആയിട്ട് തരുന്നത് ആദ്യമായിട്ട്, ഞാൻ അത്രയും കൊല്ലം ആനപ്പണി എടുത്തിട്ട് ആദ്യമായിട്ട് ഒരു ദക്ഷിണ പോലെ ഒരു പൈസ ഈ തോട്ടിയും പണിയും വാങ്ങുമ്പോൾ നമുക്കൊരു ചായക്കാശ് തരും. അങ്ങനെ തന്നിട്ടുള്ളത് അവിടെ നിന്നാണ്. അങ്ങനെ തോട്ടിയും പണി വാങ്ങി. ആനയുടെ അടുത്ത് ചെന്നപ്പോൾ ആന ഇങ്ങനെ നിൽക്കണുണ്ട്, ഒരു റെസ്പോൺസും ഇല്ല, ഇങ്ങനെ നിൽക്കുക.
നമ്മളെ തന്നെ നോക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങണ്ടി പോലത്തെ ആനയാണ് ഇത്, ഇത്തിരിക്കോളം ഉള്ളത്, ഇത് വലിയ കഥ ഇരിക്കണു, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ രണ്ടടി കൊടുത്ത് അയച്ചിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു, നമുക്കൊക്കെ ചെറുപ്പം തൊട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തറിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആനയ്ക്ക് മര്യാദയ്ക്ക് ഒരു 10 എണ്ണം കൂട്ടുക, ഇരുത്തുക, കെടുത്തുക, അത് കഴിഞ്ഞ് അഴിച്ച് മാറ്റിക്കിട്ട് കൊണ്ടുപോകുക. ഇതാണ് നമ്മളിത് കണ്ടിട്ടുള്ളൂ. അത് അന്ന് വരെയുള്ള എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞാനന്ന് എൻ്റെ കൂടെ ആൾക്കാരില്ല. അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, അപ്പം നമ്മുടെ സുനിമോൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, സുനിമോൻ. ഈ ആൾക്കാരൊക്കെ അറിയും. അത്യാവശ്യം പുള്ളി ഇവിടെ കുറേ അത്യാവശ്യം ആനയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ തുറവൂരുള്ള രാജേഷ് എന്ന് പറഞ്ഞ ആനക്കാരൻ്റെ ശിഷ്യനായിട്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ചെറിയ കുഞ്ഞു പയ്യനായിരുന്നു വന്നതാണ് സുനിമോൻ. ഞാനന്ന് സുനിമോനെ വിളിച്ചു. അപ്പോൾ സുനിമോൻ അവിടെ തലശ്ശേരി അവിടെ ആ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ വിളിച്ചു സുനിമോനെ. ആറങ്ങോട്ടൊരു തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെയാണ് അവൻ്റെ വീട്. പുള്ളി ഇപ്പോൾ വർഷങ്ങളായിട്ട് കുമ്മളി റൈഡിങ് സെൻ്ററിലാണ് സുനിമോൻ. മറക്കാൻ പറ്റാത്തൊരു മോനാ അത്. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മോനാ. അവനുണ്ട് എൻ്റെ കൂടെ. പിന്നെ വേറൊരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ അത്യാവശ്യം ലോറിയിലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അവനെ പിന്നെ ഞാൻ കണ്ടിട്ട് കുറേ വർഷങ്ങളായി. മോനെ നീ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നീ കമൻറ്റ് ചെയ്യണം കേട്ടോ, നീ ആണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആന ഇരുത്തല്ലേ ചേട്ടാ എന്ന് പറഞ്ഞാൽ ആന ഇരുത്തി. ആനയ്ക്ക് ഒരു 10 എണ്ണമൊക്കെ കൊടുത്തു നോക്കി. ആന അമ്പിനും തുമ്പിനും ഇല്ല. ആന ഇരിക്കില്ല, ഇരിക്കില്ല, കെട്ടുക്കില്ല. ഒരു ആന ഒരു 10 എണ്ണം ഒരു 4 അടിയൊക്കെ അല്ലെങ്കിൽ ഒരു 10 അടി കൊടുക്കണതിനൊക്കെ ഒരു മര്യാദയൊക്കെ ഇല്ലേ. അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പോകുന്ന ഒരു ആന, ചെറിയ ആന, ഒരു 10 അടിക്ക് പോലും 2 അടി കൊടുക്കാനില്ല. അപ്പം ഞാൻ പറയണ ഈ ആനയൊക്കെ സിമ്പിളായിട്ട്. അപ്പം ഞാൻ സുനിമനോട് പറയും ഈ ആന സിമ്പിളായിട്ടെന്ന് പറയണം. പക്ഷേ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ആനയല്ല ശിവപ്രസാദാന. കെട്ടി അഴിച്ച് കൊണ്ടു നടക്കാൻ ഭയങ്കര പാടായിനെ. ആന കൂടെ നിന്ന് വഴിയാവുകയാണെങ്കിൽ അങ്ങനെ വഴിയായി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടു നടക്കാം. പിന്നെ ഒരാൾക്കുള്ളൂ, ഒറ്റ ചട്ടാനിയാണ്. രണ്ടാമതൊരാൾക്ക് കൂടെ നിൽക്കണവനെ കൈകാര്യം ചെയ്യാൻ പോയിട്ട് തൊടാൻ പോലാണ് സമ്മതിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും എനിക്ക്. ഇന്നത് മറ്റേ തൊടുപുഴയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതിനെ 2-3 കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. 3 കൊണ്ട് നടന്ന് കൈകാര്യം ചെയ്തിട്ടുള്ള ആനയാന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയിട്ട് നടന്നില്ല. ആനേനെ ഇരുത്താനുള്ള ഒരു പ്രശ്നം, എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി നോക്കി, ഒരു രക്ഷയില്ല. ലാസ്റ്റ് കുന്തക്കോലൊന്നും എടുത്ത് ഇടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ മുറിവ് ആനയ്ക്ക് ഉണ്ടായിരുന്നു. ആ മരത്ത് ആണിക്ക് മുറിവുണ്ടായിരുന്നു, അകത്തുപാടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് മുറിവുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആന അഴിച്ച ഈ മല്ല് തന്നെയാണ് സുരച്ചാട്ടം അഴിച്ചപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ആന അവിടെ ഒന്ന് തെറ്റി വട്ടം കറങ്ങിയിട്ട് കുറേ ആനക്കാരൊക്കെ കൂടിയിട്ട് ഒക്കെയാണ് ആന ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിജിലേട്ടൻ വന്ന് വിളിച്ച് ആനയെ വന്ന് വിളിച്ച് വഴി തന്നെ ആന വണ്ടി കയറി പോകും. അപ്പം റിജിലേട്ടനോട് എനിക്കൊരു താല്പര്യമുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ നിന്ന് പയറ്റിയിട്ടും ഒരു രക്ഷയില്ല. ലാസ്റ്റ് മടുത്തിട്ട് പോയപ്പോൾ സുനിമ എന്നോട് ചോദിക്കും ചേട്ടത്തി എന്തുട്ടാ ആന ഇതെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാനും പറഞ്ഞു എനിക്കറിയില്ല, തമ്പുരാനറിയാം, നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു ആനനെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തോറ്റ് കയറിയിരുന്നു, നടക്കില്ല, ഇരുത്തിയല്ലേ അഴിച്ചു വിടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് സുനിമോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കയറി നോക്കടാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും അഴിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 കയറി മര്യാദയ്ക്ക് ഒരു 10 എണ്ണം കൊടുത്ത് ആനൊരു സൈഡ് ഇരുന്നു. വലത്തെ സൈഡ് ഇങ്ങോട്ട് ഇരുന്നു. ആന ഇരുന്നിട്ട് ആന ജന്മം ചെയ്ത ആന കിട്ടുന്നില്ല. ഇങ്ങോട്ട് കിടന്ന ആനയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ നടയുമ്പോൾ 2 അടി കൊടുക്കാനാണ് എൻ്റെ പ്ലാന്. പക്ഷെ ആന അതിലും വലിയ ബുദ്ധിമാൻ. ആന കൈനീളം എന്ന് പറഞ്ഞാൽ നല്ല കൈനീളാ. ഇങ്ങനെയാണ് നിന്ന ബാക്കിലുള്ള ഒരു സർവ്വ ആൾക്കാരെ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റാണെങ്കിൽ ആന ഇങ്ങനെ ഇങ്ങോട്ട് വട്ടം അങ്ങോട്ട് കൈ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുകയല്ല, ഇങ്ങനെ വാരി ഇങ്ങോട്ട് വന്നോട് കൂടി അടിച്ചു. ആ ഇരിപ്പിൽ തന്നെ അടിച്ചു. അടിച്ച വഴി തന്നെ ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് അങ്ങോട്ട് വേച്ച് പോയി. അടി കൊണ്ടില്ല, എന്നാലും അടിച്ചു ആന. അങ്ങനെ നേരെ ബാഗിലേക്ക് ചാടി മാറി. അത് കഴിയുമ്പോൾ സുനിമോൻ അവിടെ നിന്ന് 2 അടിയാണ് കൊടുത്ത വഴി തന്നെ ആന ചാടി ഇങ്ങനെ എണീറ്റിട്ട് പിന്നെ എല്ലാവരും പിടിച്ചു വീണ്ടും. രാവിലെ ആയി, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സുനിമോനെ ഇത് ഒരു നടക്കി പോണ കേസല്ല, ഇനി നമുക്ക് തട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ടെക്നിക്ക് പ്രയോഗിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മെല്ലെ ചെന്ന് അവരാരും ഇല്ലാതെ മെല്ലെ ചെന്നിട്ട് ആ എരണ്ടൊക്കെ ഒന്ന് വലിച്ച് മാറ്റി ബാഗിലേക്ക് ഇട്ടു. ആൾക്കാരെയൊക്കെ നിങ്ങൾ ഭാര്യമാരെ നിങ്ങൾ ഷെഡിൽ തന്നെ ഇരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ എരണ്ടൊക്കെ കൊണ്ടുവന്ന് മാന്തി കൊണ്ടൊക്കെ വലിച്ച് ബാഗിലേക്ക് ഇട്ടപ്പോൾ ആന അമരത്തിന് അടി തിരിഞ്ഞു വരിക, കൈ കൊണ്ട് പിടിക്കാൻ വരിക, ഓടിക്കുക. അവിടെ നിന്ന് ഞാൻ ഓസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എരണ്ടൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓസ് ഒക്കെ എടുത്തിട്ട് ആനയുടെ മേത്തേക്കൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അടിച്ചുകൊണ്ട് കുറച്ച് വെള്ളം കൊടുത്ത് ആന ഒരു കൈ വെള്ളം ഇങ്ങനെ മേടിച്ചിട്ട് ആന എന്ന് പറഞ്ഞിട്ട് ഊതി കളഞ്ഞു. നിന്റെ വെള്ളമൊന്നും എനിക്ക് വേണ്ടാന്ന്, നീ ആരാന്ന് എനിക്ക് വെള്ളം തരാമെന്ന് ആന ചോദിക്കുന്നത്. അപ്പോഴും ഞാൻ ആനയ്ക്ക് ഇന്നാനെ കുടിച്ചാനേന്ന് പറഞ്ഞിട്ട് കുട്ടിക്കില്ലാനാ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊക്കെ ആക്കി ഞാൻ ഒരു പട്ടിട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ്
ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ചെന്നിട്ട് നല്ല ഒരു ഓസത്ത് കൈ പിടിച്ചിട്ട് ഇനി ഇരുന്നാനെ നിനക്ക് കുളിക്കാതൊന്നും വേണ്ട, ഇനി ഇരുന്നാനെ എന്ന് പറഞ്ഞപ്പോൾ ആന കുറേ നേരം പറഞ്ഞപ്പോൾ ആന ഇരുന്നു. ഒരു സൈഡ് ഇരുന്നു, ഒരു സൈഡ് കിടന്നു. ആ പൊടിയൊക്കെ തട്ടി കയറ്റി ചെയ്ത് കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ സൈഡ് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന ജമ്മം ചെയ്താനിരിക്കില്ല. ഒരു സൈഡാണ് ഇരുന്നിട്ടുള്ളൂ, എങ്ങനെ അഴിച്ചു വിടും? രണ്ട് സൈഡ് നമുക്ക് കിടന്ന് തന്നാലേ നമുക്ക് അഴിച്ചു വിടാൻ പറ്റുള്ളൂ. ഒരു സൈഡേ ഇരുന്നിട്ടുള്ളൂ, ഒരു രക്ഷയില്ല. ഞാൻ സുനിമനോട് പറഞ്ഞു, ഒരു രക്ഷയില്ല സുനിമനെ, തൽക്കാലം ഒരു സൈഡ് തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അഴിച്ചു വിടാം, ബാക്കി കാര്യങ്ങൾ നോക്കാം, മുകളിലാരും കയറണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു സൈഡ് തന്നെ ഇരുത്തി കഴുകി മറ്റേ സൈഡ് ഒന്ന് ഇരുത്തി വലിയ മെല്ലെന്ന് ഞാൻ മടക്കി ഇരുത്തിയുള്ള കഴുക്കിനാണ് നായിരിപ്പ് എന്ന് പറയുക. ഞാനങ്ങനെ കിടന്നിട്ട് രണ്ടാം സ്റ്റെപ്പ് ഏറ്റിയിരിക്കുന്ന ഇരിപ്പിനാണ് നായിരിപ്പ് എന്ന് പറയുക. നായിരിപ്പ് ഇരുന്നിട്ട് ഒക്കെ ഒന്ന് കഴുകി വിട്ട് അധികം അങ്ങോട്ട് കയറി ചെല്ലാണ്ട്, കാരണം ഈ ചെവിയുടെ വിട്ടിട്ട് അപ്പുറത്തേക്ക് കയറി ചെന്നാൽ ആന അപ്പം കൈ കൊണ്ടുവരും വരാനായിട്ട്. അപ്പം നേരെ വീണ്ടും ബാക്കിലേക്ക് മാറും. അങ്ങനെ ആനേനെ അവിടെ നിന്ന് എണീപ്പിച്ച് മെല്ലെ തക്കട തരികടയിലൊക്കെ ആക്കി വാറ് മെല്ലെ അഴിച്ച് മെല്ലെ മെല്ലെ ലൂസാക്കി അമര ലൂസാക്കി അഴിച്ച് അപ്പുറത്തേക്ക് നിർത്തിയിട്ടും ആന ഒരു പൊട്ടിക്ക് അംഗീകരിക്കണില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുത്തി ഒന്ന് കഴുകി നോക്കി. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ ഒരു 2 ദിവസം കൊണ്ട് ആനയോട് കുറച്ച് അടുത്ത് പെരുമാറി തുടങ്ങി. ആനയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി, കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ ആനയ്ക്ക് മനസ്സിലായി, ഇത് പുതിയ പാപ്പാന്മാരാണെന്നുള്ളത് ആനയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഒരു 2-3 ദിവസം ആന ഒന്ന് പെരുമാറി കഴിഞ്ഞപ്പോൾ ആന നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയായി. പക്ഷെ എപ്പോഴും ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന കൈ കൊണ്ട് വരും, അല്ലെങ്കിൽ നമ്മളെ ഓടിപ്പിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ സുനിമോനോട് പറയണ്ട, എൻ്റെ സുനിമോനെ ഇത്ര കാലം നടന്നിട്ട് ഇതുപോലത്തെ ഒരു ആനേനെ നമ്മൾ കണ്ടിട്ടുണ്ടോ, നീ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ആനേനെ? സുനിമോൻ എന്നിട്ട് ആനയെ ചേട്ടാ ഇത് ചോദിക്കും. എന്നിട്ട് അവിടെ നിന്ന് അപ്പോഴത്തേക്ക് എനിക്ക് അവിടെ വണ്ടി നമ്മുടെ അവിടുത്തെ ലോറി ഓടിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഡാഡു എന്നാ പേര്. നമ്മുടെ കരിവന്തലയിലാണ് ഇപ്പം മച്ചാടത്തെ വണ്ടി ഓടിക്കുന്നത്. ഡാഡു എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ആ കമ്പനിയിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാണ്. 3 വർഷത്തിൻ്റെ അടുത്ത്. 3 സീസണും 3.5 സീസൺ ഞാൻ അവിടെ എനിക്ക് പണിയെടുത്തു. 3.5 സീസൺ. അപ്പം അത് കഴിഞ്ഞ് ഡാഡുവിനോട് ഞാൻ ചോദിച്ചു, ഡാഡു നീ എനിക്ക് പുള്ളി ഇങ്ങനെ കൊണ്ട് നടന്നിട്ടുള്ളല്ലോ, അപ്പം എങ്ങനെയൊക്കെയാണ് പുള്ളി, അതായത് ഈ ഗോപാലൻ ചേട്ടൻ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറെന്നെങ്ങനെ നിനക്ക് അറിയാമെന്ന് പറഞ്ഞു. ചേട്ടാ ഇതിന് ഭേദ്യം പറ്റില്ല, ആളൊരു തക്കട തരികടയിലേക്കാണ്, ആന ഒരു സൈഡ് ഇരിക്കുള്ളൂ, ഒരു സൈഡ് ഇരിക്കില്ല. അത് ഈ ആന അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ആശ്വാസമായി, ഒരു സൈഡ് ഇരിക്കുള്ളൂ, അവരുടെ കയ്യിൽ ഇങ്ങനെ തന്നെയാണല്ലോ. ചേട്ടാ ഒരു സൈഡ് ഇരിക്കും, ഒരു സൈഡ് ഇരിക്കില്ല, അതായത് കെടുക്കുക, മറ്റേ ആ സൈഡ് കെടുക്കില്ല. ആനയ്ക്ക് ഉറങ്ങാനാണെങ്കിൽ മാത്രം ആന കെടുക്കും, അല്ലാണ്ട് നമ്മൾ വാശി പിടിച്ചാൽ കെടുക്കില്ല. അത് ഇടത്തെ സൈഡ് ആന കെടുക്കില്ല, വലത്തെ സൈഡ് ആന കെടുക്കില്ല, ഇടത്തെ സൈഡ് ആന കെടുക്കില്ല. അത് അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അത് കഴിഞ്ഞ് മെല്ലെ ഞാൻ ആനയോട് അണഞ്ഞ് പെരുമാറി, ഭേദ്യമൊന്നും ഇല്ലാണ്ട് തന്നെ ആനയുടെ അടുത്ത് ബന്ധോസൊക്കെ ചെയ്തിട്ട് മെല്ലെ ചക്കര പൊന്നെ തേനെ പാലെന്നൊക്കെ വിളിച്ചിട്ടുള്ള പരിപാടി നടന്നു.